നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. ഭാരതത്തിൽ രാഷ്ട്രീയ അഭയം നേടിയ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ മുൻനിർത്തി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വിലപേശൽ നടത്താൻ ബംഗ്ലാദേശിന്റെ ശ്രമം. ഭാരതത്തിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗത്വമില്ലെങ്കിൽ കൂടിയും പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഷേഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയ ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച ചർച്ച മതി എന്ന നിലപാടിലാണ് ബംഗ്ലാദേശ്. അടുത്ത മാസം നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ താരിഖ് റഹ്മാൻ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് ഹുമയൂൺ കബീർ പറയുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗമല്ലാത്ത ബംഗ്ലാദേശിനെ പങ്കെടുപ്പിക്കാനും ഭാവിയിൽ അംഗമാക്കാനുമാണ് ഭാരതം ശ്രമിച്ചത്. ഇതിനിടെ ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഇസ്ലാം ആലംഗീറിനെ ബംഗ്ലാദേശ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരുന്നു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ, ഗ്രാമവികസന, സഹകരണ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച മുഹമ്മദ് ഷഹാബുദ്ദീനെതിരെ രാജ്യാന്തര കുറ്റകൃത്യ ട്രിബ്യൂണലിൽ മനുഷ്യത്വ വിരുദ്ധ കുറ്റങ്ങൾ ചുമത്തി പരാതി നൽകി നിയമ നടപടികൾ ആരംഭിച്ചു. മുൻ പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണത്തിലും അന്വേഷണം നടത്താൻ ബംഗ്ലാദേശ് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. അധികാരത്തിലിരിക്കെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് തീരുമാനം. ഷേഖ് ഹസീനയുടെ അടുത്ത അനുയായികളിൽ ഒരാളായിരുന്ന അദ്ദേഹത്തിനെതിരെ തുടർച്ചയായി നടപടികൾ ആരംഭിച്ചത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ തീവ്രവാദി വിഭാഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഭാരത സന്ദർശനത്തിൽ നിന്ന് താരിഖ് റഹ്മാൻ വിട്ടുനിൽക്കുന്നതും ഷഹാബുദ്ദീനെതിരെ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതും എന്നാണ് സൂചന. കോടതിയിൽ ഹാജരാകാതെയും വിചാരണ നേരിടാതെയും ഷേഖ് ഹസീനയെ ബംഗ്ലാദേശിലെ കോടതി മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ പേരിൽ വിപ്ലവം സൃഷ്ടിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ നോട്ടപ്പുള്ളിയാണ് ഷേഖ് ഹസീന. ഹസീനയെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചാൽ മാത്രമേ ഭാരതവുമായി ചർച്ചയും കൂടുതൽ സഹകരണവും മതിയെന്നാണ് തീവ്രവാദികൾ ആവശ്യപ്പെടുന്നത്. അതേസമയം ചൈനയും ഇന്തോനേഷ്യയും അടക്കമുള്ള രാജ്യങ്ങളിൽ നേരത്തെ തന്നെ താരിഖ് റഹ്മാൻ സന്ദർശനം നടത്തിയിരുന്നു. പാകിസ്ഥാന് പിന്നാലെ ബംഗ്ലാദേശിനെ കൂടി തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ചൈനയുടെ ശ്രമങ്ങൾ കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ഭാരതം ബ്രിക്സിൽ അംഗമല്ലാത്ത ബംഗ്ലാദേശിനെ യോഗത്തിലേക്ക് ക്ഷണിച്ചതും. സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഡിസംബർ മാസത്തോടെ ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ ഷേഖ് ഹസീന തീരുമാനിച്ചതായി വാർത്താസമ്മേളനം നടത്തി അറിയിച്ചിരുന്നു. വാർത്താസമ്മേളനം നടത്താതിരിക്കാൻ ബംഗ്ലാദേശ് സർക്കാർ ശ്രമം നടത്തിയെങ്കിലും സ്വകാര്യ പരിപാടിയാണെന്നും സർക്കാർ അതിനോട് സഹകരിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ഭാരതം അതിൽ ഇടപെട്ടില്ല. ഇതിനിടെ ഷേഖ് ഹസീനയ്ക്കെതിരെ വീണ്ടും നിയമ നടപടികൾ ബംഗ്ലാദേശ് സർക്കാർ ശക്തമാക്കി. 2013 ധാക്കയിലെ ഷാപ്പ ചത്തർ പ്രദേശത്ത് നടന്ന സുരക്ഷാ സേനയുടെ നടപടിയുമായി ബന്ധപ്പെട്ട കേസിൽ ഹസീന ഉൾപ്പെടെ 40 പേർക്കെതിരെ പ്രോസിക്യൂഷൻ കുറ്റപത്രം സമർപ്പിച്ചു. രാജ്യത്തെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണലിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അന്നത്തെ സർക്കാർ, സുരക്ഷാ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ഭരണകക്ഷിയിലെ പ്രമുഖ നേതാക്കൾ എന്നിവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹഫാസത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച പ്രതിഷേധം പിരിച്ചുവിടുന്നതിനിടെ നടന്ന പോലീസ് സൈനിക നടപടികളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതും കാണാതായതുമാണ് അന്വേഷണത്തിന്റെ അടിസ്ഥാനം എന്ന് പ്രോസിക്യൂഷൻ റിപ്പോർട്ടിൽ പറയുന്നു. ഷേഖ് ഹസീനയ്ക്കെതിരായ നടപടിയുടെ ഭാഗമാണ് പുതിയ കുറ്റപത്രം എന്നാണ് സൂചന. ബംഗ്ലാദേശിലേക്ക് ഷേഖ് ഹസീന മടങ്ങിയെത്തിയാൽ വീണ്ടും അവരെ തടങ്കലിൽ പാർപ്പിക്കാനോ കുറ്റവിചാരണ നടത്തി ശിക്ഷിക്കാനോ ആണോ അവർ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഷേഖ് ഹസീനയെ വിട്ടുകിട്ടാൻ അവർ സമ്മർദ്ദം ചെലുത്തുന്നതും. ഒളിവിൽ പോയ ശിക്ഷിക്കപ്പെട്ട വംശഹത്യയ്ക്ക് ഉത്തരവാദിയായ കൊലയാളി എന്നാണ് ബംഗ്ലാദേശ് സർക്കാർ അവരെ വിശേഷിപ്പിക്കുന്നത്. ഇതിനിടെ തീസ്ത നദിയിലെ അണക്കെട്ടിന്റെയും ജലനിർഗമനത്തിന്റെയും കാര്യത്തിൽ ഭാവി പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാൻ ഭാരത സർക്കാർ പുതിയ സമിതിയെ നിയോഗിച്ചു. തീസ്തയിലെ വെള്ളം ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും മറ്റ് കാര്യങ്ങൾക്കും ബംഗ്ലാദേശിനെ സഹായിക്കാമെന്ന് ചൈന താരിഖ് റഹ്മാന്റെ സന്ദർശന വേളയിൽ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഭാരതം ഈ വഴിക്ക് നീങ്ങുന്നത് എന്നാണ് സൂചന. ഭാരതവുമായുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് ബംഗ്ലാദേശ് സാമ്പത്തികമായും വ്യാവസായികമായും ഗുരുതരമായ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി
ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.